മറ്റല്ല MG അങ്കിൾ ഇല്ലാത്ത വിഷമത്തില് ഭയങ്കര MG അങ്കിളിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരു കുട്ടിയാണ് കേട്ടോ. MG അങ്കിളുടെ കൺമണിപ്പൂവെ പാട്ടൊക്കെ പാടി ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ആളാണ്. നമ്മള് ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ എവിടെയെങ്കിലും ഒക്കെ. ആള് ആലുവ ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിക്കുന്നത്. റയാൻ എന്നാണ് പേര്. റയാൻ എന്നിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് MG അങ്കിൾ കുറെ നാള് കൂടി വന്നപ്പോ റയാൻ അടുത്ത് വന്ന് മിണ്ടണം, സംസാരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. വെൽക്കം റയാൻ. ഹലോ, ഹായ്. സുഖാണോ? സുഖാണ്. റയാൻ കുട്ടന്റെ MG അങ്കിള് വന്നിട്ടുണ്ട്. സന്തോഷായോ? സന്തോഷായി. സുഖാണോ? സുഖാണ്. എവിടെ പഠിക്കുന്നേ? സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ആലുവ, കീഴ്മാട്. എത്രയിലാണ് മോൻ? 5ാം ക്ലാസ്സില്. 5ാം ക്ലാസ്സിലല്ലേ? അപ്പൊ ഹോബി പാട്ട് പാടുന്നതാണോ അതോ? പാട്ട് പാടുന്നതാ ഹോബി. ഹോബി അല്ലേ? ഏത് പാട്ടാ മോൻ പാടാൻ പോകുന്നേ? കൺമണി പൂവേ. ഓഹോ. മോൻ എങ്ങനെയാ പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ? പാട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം ആലുവയിൽ തന്നെ ഒരു ഗോപകുമാർ സാറിന്റെ അടുത്ത് പോയി പഠിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൽ പ്രവീണ ടീച്ചറും പഠിപ്പിക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. പഠിത്തത്തിൽ എങ്ങനെയാണ്? പഠിക്കുന്നുണ്ട്. പഠിക്കൂ. മോനെ കൊച്ചിലെ തൊട്ട് ഈ പാട്ടിനോട് വലിയ താല്പര്യമാണ്. വലിയ താല്പര്യമാണ്. ആള് യൂട്യൂബിലൊക്കെ കേട്ട് തന്നെ പഠിക്കാറാണ്. ചെറുപ്പത്തില് പാട്ടൊരു കണ്ടിന്യൂസ് ആയി കിട്ടിയിട്ടില്ല. മോനെ ഈ കൺമണിപ്പൂവെ എത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? MG സാറിനോടുള്ള ഇഷ്ടമാണോ, പാട്ടിന്റെ ഭംഗിയാണോ, എന്താണ്? എനിക്ക് MG ശ്രീകുമാർ സാറിനെ വളരെ ഇഷ്ടമാണ്. മോനെ രണ്ടുപേരും കേക്കട്ടെ, പാടിക്കേ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുമാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. കിളിപ്പൂമകളെ നീ അലിയും പൂന്തണലാണ്. ഇലക്കുമ്പിളിലായി പെയ്തു തരും തേക്കുടമാണ്. അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ കനവിലെ ചിറകുമാ പകലിലെ വഴികളിൽ വെയിലുപോലലയുവാൻ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. അതാ റയാൻകുട്ടന്റെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് റയാൻകുട്ടന് ഏറ്റവും ഇഷ്ടമുള്ള MG അങ്കിള് വരുന്നുണ്ട് കേട്ടോ. റയാൻകുട്ടാ, എന്തോ അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. ഇപ്പൊ ഇതേ ഉള്ളൂ, ഞാൻ ഒരു വലിയൊരു ഒരു കൂട മുട്ടായി വാങ്ങിച്ചു തരാം കേട്ടോ. എന്തൊരു നെഞ്ചിലെ നീരാണ് എന്റെ കിനാവാണ്. അസലായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കൂടെ 4 വരി ഒന്ന് പാടാം നമുക്ക് ഒരുമിച്ച്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുമാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. കിളിപ്പൂമകളെ നീ അറിയും പൂന്തണലാണ്. ഇലക്കുമ്പിളിലായി പെയ്തു തരും തേക്കുടമാണ്. അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ കനവിലെ ചിറകുമായി പകലിലെ വഴികളിൽ വെയിലുപോലലയുവാൻ.
കൺമണിപ്പൂവേ കണ്ണാടി പൂവേ കളിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. അപ്പൊ മോന്റെ അച്ഛൻ വന്നിട്ടുണ്ട്, ടീച്ചറും വന്നിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും വലിയ ഹായ്. എംജിയങ്ങളും റയാൻകുട്ടനും കൂടെ പാടുമ്പോ അവരുടെ മുഖത്തെ സന്തോഷമാണ് അല്ല കാണുന്നത്. മോനത് വലിയൊരു ഗിഫ്റ്റായി ഇവിടെ വന്ന് അത് പാടിയത് രണ്ടുപേരും. പാട്ട് പഠിക്കണം കേട്ടോ മോനെ. ആ പാട്ട് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ജസ്റ്റ് നമ്മൾ കളിക്കുന്ന പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും മോൻ ഭാവിയില് അല്ലേ ഒരു വലിയൊരു പ്ലേ ബാക്ക് സിംഗർ ആവട്ടെ. അതെ വലിയൊരു God bless സിംഗർ ആവട്ടെ. അതെ. വലിയ നല്ല കഴിവുള്ള മോനാണ് കേട്ടോ. എന്തൊരു നാച്ചുറൽ ഫീലും ശ്രുതിയും ഒക്കെ എന്ത് രസാ കേക്കാൻ. അവന് വലിയൊരു ആഗ്രഹമുണ്ട് ടോപ്പ് സിംഗറിലൊന്ന് പാടണമെന്ന്. ആ ഇപ്പൊ നടന്നല്ലോ അല്ലേ? ടോപ്പ് സിംഗർ കാണാറുണ്ടോ? കാണാറുണ്ട്. ഇഷ്ടാണോ? ആ ഇഷ്ടോ. അപ്പൊ ഇനി ഇത് TV കാണാലോ നമുക്ക്. റയാൻകുട്ടന്റെ പാട്ട് കേൾക്കാം, റയാൻകുട്ടനും എംജിയങ്ങളും കൂടി പാടി കേൾക്കാം. ആണ്. ഞങ്ങക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കുഞ്ഞിനെ നേരിട്ട് കണ്ടതില്. താങ്ക് യു. ചേച്ചി ഹാപ്പി അല്ലേ? അതെ അതെ ഹാപ്പിയാണ്. അപ്പൊ ഓക്കെ, നമുക്ക് ഇനിയും കാണാം, ഇനിയും വരണേ. ആ വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.